സ്നേഹത്തിൽ പൊതിഞ്ഞ മിഠായി പൊതികളാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളും. അത് ഓപ്പൺ ചെയ്ത് നോക്കി അതിന് അത്ര സ്വീറ്റ് ആയിട്ട് ഉണ്ടാവുമോ എന്നുള്ളത് ഡൗട്ടാണ്. ഈ മലയാള സാഹിത്യം എന്ന് പറഞ്ഞാൽ അതിപ്പം ഇങ്ങനെ എഴുതിയാൽ മാത്രമേ ഇവിടെ അംഗീകരിക്കപ്പെടൂ എന്നുള്ളതല്ല. അത് ഇതിനും വായനക്കാരുണ്ട്. അവർക്ക് കൂടെ വരാൻ പറ്റുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സ്റ്റോളിലാണല്ലോ. അപ്പം ഞാൻ ഈ പപ്പടമൊക്കെ വിൽക്കുന്ന പോലെ ബുക്കെല്ലാം ഒരു ബാഗിലാക്കിയിട്ട് നേരെ എല്ലാ ബുക്ക് സ്റ്റോളിലും പോയിട്ട് ഈ ബുക്ക് ഇവിടെ വെക്കുമെന്ന് ചോദിക്കാം. 2 വർഷത്തിന് ശേഷം അതേ ബുക്ക് സ്റ്റോളിൽ ഞാൻ നടന്നു പോകുമ്പോൾ നമ്മുടെ ബുക്കിലേക്ക് ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ നമ്മുടെ 2 ബുക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു മൊമെൻ്റ് ആണ്. പാട്ട് ട്രെൻഡിങ് ആകുന്നതും സിനിമ ഹിറ്റാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു പുസ്തകം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ട്രെൻഡിങ് ആകുന്നതും മലയാളികൾ കണ്ടു തുടങ്ങിയിട്ട് അത്രയായിട്ടേ ഉള്ളൂ. കൂടുതൽ പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകത്തിൻ്റെ എഴുത്തുകാരി നിമ്ന വിജയാണ് ദ ഫോർത്തിനൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല, ആരും പഠിപ്പിക്കാത്ത ചില പാഠങ്ങളും ചില സത്യങ്ങളുമാണ് ഈ പുസ്തകം നിങ്ങളെ കാണിച്ചു തരിക എന്ന്. ഇപ്പോൾ 75,000-ത്തിലധികം കോപ്പികളാണ് വിറ്റഴിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ബുക്ക് എഴുതുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറയുന്ന കാര്യം ഓഡിയൻസിലോട്ട് എത്തിക്കണം. അപ്പോൾ എനിക്കതിനുള്ള ഒരു റൈറ്റിംഗ് ആണ് എന്നുള്ളതിലാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് സക്സസ് ആവും അല്ലെങ്കിൽ ഇത്രയ്ക്ക് ആഘോഷിക്കപ്പെടും അല്ലെങ്കിൽ എൻ്റെ പുസ്തകത്തോട് സംസാരിക്കാൻ ഞാനിവിടെ ഇരിക്കുന്നൊന്നും ഒരിക്കലും വിശ്വസിച്ചുള്ള കാര്യമല്ല. അപ്പം എന്നെ സംബന്ധിച്ച് പക്ഷേ ഈ ബുക്ക് ഇറക്കുന്ന സമയത്ത് ഇത് ഏത് ടൈപ്പ് ആൾക്കാർ വായിക്കും, ആർക്കിത് ഇഷ്ടമാവും എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. ഞാനിത് എഴുതുന്നത് തന്നെ ഒരു കറക്റ്റ് ഒരു ടാർഗറ്റ് ഓഡിയൻസ് വെച്ചിട്ടാണ്. ഒരു 18 മുതൽ 30 വയസ്സ് വരെ ഏജിലുള്ള ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ആവും അല്ലെങ്കിൽ അവരുടെ ലൈഫാണല്ലോ പറയുന്നത്. പക്ഷെ എന്നത് ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്ത കാര്യം, എനിക്ക് വിളിച്ചിട്ട് സംസാരിക്കുന്ന കുറേ അതിൽ ഏജ് ആയിട്ടുള്ള ആളുകളാണ്. രണ്ടാമത്തെ പുസ്തകമാണ്. ആദ്യത്തേത് നനയുവാൻ ഞാൻ കടലാകുന്നു. അപ്പോൾ ഒരു യുവ എഴുത്തുകാരി എന്ന നിലയിൽ നിന്നെ എങ്ങനെയാണ് എഴുത്തിലേക്ക് എത്തിയതെന്നുള്ളത് അറിയാൻ വായനക്കാർക്ക് താല്പര്യമുണ്ടാവും. ഞാൻ അങ്ങനെ എഴുത്തുകാരി ആവണം അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. അപ്പം എനിക്കെപ്പോഴും നമ്മൾ ജീവിച്ചു വരിക്കുക എന്നുള്ളതിനേക്കാളും നമ്മൾ അടയാളപ്പെടുത്തി പോവുക എന്നുള്ളത് എപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വല്ല ബിഗ് ബോസിലൊക്കെ പോകും. എനിക്ക് പാടാനും അറിയില്ല, ഡാൻസ് ചെയ്യാനും അറിയില്ല, അങ്ങനെ കഴിവുകളൊന്നും ഇല്ല, അതായത് പഠിക്കാനും അത്ര ഇൻ്റലിജൻ്റ് അല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഫേമസ് ആവുകയെന്ന് വിചാരിച്ചെടുത്ത്. റൈറ്റിംഗ് എനിക്ക് എന്നിലേക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു കഥ ഞാൻ എൻ്റെ ഫസ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹമാണ് ചെയ്യണം. ചെറുപ്പത്തിൽ നമ്മുടെ കൂടെ കൂടിയ ഒരു ആഗ്രഹമാണ് ഇത് ചെയ്യണം എന്നുള്ളത്. അതെനിക്ക് ഒന്നും എൻ്റെ ജോലി പോയായിരുന്നു, 2 തവണ ജോലി പോയി. ആ ജോലി പോയ ഗ്യാപ്പിലാണ് ഞാൻ എൻ്റെ 2 ബുക്ക് എഴുതുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി പോയ സമയത്ത് എൻ്റെ ഉള്ള ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു, ഒരു ഹോപ്പ് ഇല്ലാത്തൊരവസ്ഥ. അപ്പം ആ നെഗറ്റിവിറ്റി ആണെങ്കിലും അതൊരു എനർജിയാണ്. ആ എനർജീനെ എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിലാണ് ഞാൻ വേറെ എന്തെങ്കിലും ഫോക്കസ് ചെയ്യാന്നുള്ള രീതിയിൽ റൈറ്റിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ തന്നെ സ്നേഹിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പോൾ ഈ അവഗണിക്കുന്ന മനുഷ്യരിൽ കുടുങ്ങിപ്പോകുന്നത് സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ടായിരിക്കുമോ? അത് ഓഫ് കോഴ്സ് സെൽഫ് ലവ്, സെൽഫ് വർത്ത്, സെൽഫ് വാല്യൂ ഒക്കെ എന്താണ് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യം ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സ്നേഹം വേറൊരാളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാണ്. അവർ നമ്മളെ സ്നേഹിക്കണം, അവർ നമ്മൾ ഈ രീതി ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ രീതി ട്രീറ്റ് ചെയ്യുന്നുണ്ടോ, കൊണ്ടു നടക്കുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യനാണ്. എല്ലാവരും ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. മറ്റുള്ളവരിൽ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഒരാളില്ലാതായി പോകുമ്പോൾ ഒരു ശൂന്യത നമുക്കുണ്ടാവും. അതിനകത്ത് വിഷമം ഉണ്ടാവില്ല എന്നൊന്നുമല്ല, പക്ഷെ ആരില്ലെങ്കിലും നമുക്ക് നമ്മളായിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വേണം. ഒരാൾ നമ്മളെ വേണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് നമുക്ക് എന്തോ കുറവുള്ളത് കൊണ്ടാണ് ആൾക്കാർക്ക് നമ്മളെ വേണ്ടാന്ന് പറയുന്നത്. അതിലും ഞാൻ അതിനെ ഇപ്പം ചിന്തിക്കാൻ ശ്രമിക്കുന്നത്, അയാൾ തേടുന്ന ഒരു കാര്യം ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അത് അയാൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, എനിക്ക് എന്താണോ ഉള്ളത് അതിൽ ഞാൻ ഹാപ്പിയാണ്. ആസ് എ പേഴ്സൺ ഞാൻ കംപ്ലീറ്റ് ആണ്. നമ്മളെ വിശ്വസിക്കുമ്പോൾ അങ്ങനെയുള്ള അവഗണന നമുക്ക് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്.
ഈ റീൽസുകളാണ് പുസ്തകങ്ങൾ വൈറലാക്കുന്നത്, പക്ഷെ എല്ലാ ബുക്കുകളും അങ്ങനെ വൈറലാകുന്നുമില്ല. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെ റീൽസ് വഴി ബുക്ക് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു ഓപ്പണിംഗ് തന്നെയാണ്. ഇപ്പൊ ഇത്രയും കാലം നമ്മൾ ബുക്ക് വെച്ചുകൊണ്ടിരുന്ന ഒരു കൺവെൻഷണൽ രീതിയിലാണ് ഇങ്ങനെ ബുക്ക് സ്റ്റോളിൽ വന്നിട്ട് ബുക്ക് മേടിക്കാം അല്ലെങ്കിൽ ആമസോണിൽ പർച്ചേസ് ചെയ്യാം എന്നുള്ളത്. അപ്പം എൻ്റെ ഫസ്റ്റ് ബുക്ക് ഞാൻ ഇറക്കിയ സമയത്ത് ഞാനൊരു സേവ് ദ ഡേറ്റ് ചെയ്തിട്ടാണ് ആ ബുക്ക് ലോഞ്ച് ചെയ്തത്. എത്ര പേർക്ക് അറിയുന്നറിയില്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ ഒരു ബുക്ക് ഇറക്കാതെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഏജിലുള്ള എല്ലാവരുടെയും വെഡ്ഡിങ് ഇതൊക്കെ, അപ്പം എനിക്ക് കല്യാണം കഴിക്കാൻ ആ സമയത്ത് ഓക്കെ അല്ല, എനിക്ക് താല്പര്യമില്ല. അപ്പം അമ്മ ഇങ്ങനെ വീട്ടിൽ ചോദിക്കും എപ്പോഴാണ് നമുക്കൊരു സേവ് ദ ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ അതിനെന്താ നമുക്ക് ചെയ്യാലോ, ബുക്ക് ഇറങ്ങുന്ന സമയത്ത് ബുക്കിൻ്റെ സേവ് ദ ഡേറ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ബുക്ക് ഞാൻ അപ്പോൾ എല്ലാവരും ഓപ്പൺ ആക്കി നോക്കുകയും ചെയ്യും. കല്യാണ ഫോട്ടോ എന്ന് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും അത് അത്രയും കാലം ഞാൻ എന്ത് മെസ്സേജ് സിനിമയുടെ പ്രൊമോഷനൊക്കെ അന്നേ തുടങ്ങി. അതെ, അപ്പോൾ ആ രീതിയിലുണ്ടല്ലോ. അപ്പം എല്ലാ പ്രൊമോഷൻസും മാറുന്നുണ്ട്, എല്ലാം പുതിയ രീതിയിൽ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്രയും കാലം സിനിമ KSRTCയിലൊക്കെ പോസ്റ്റർ ഒട്ടിച്ച് അങ്ങനത്തെ രീതിയിൽ നിന്ന് മാറി ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടല്ലേ ഒരു സിനിമ മാർക്കറ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ ആ രീതിയിൽ അഡാപ്ഷൻ പക്ഷേ ബുക്സിൽ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നില്ല എന്ന് വെച്ചിട്ട് എല്ലാ ബുക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ട് ഹിറ്റാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബുക്ക് നമ്മൾ ഇറക്കുന്ന സമയത്ത് അതിന് നീഡ് ഉണ്ടോ എന്ന് കൂടെ നോക്കണം. അപ്പോൾ നമ്മുടെ ബുക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസിലോട്ടാണ് വരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ പക്ഷേ ഈ ബുക്ക് അത്രയും വർക്ക് ആവില്ല. കാരണം ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഓഡിയൻസും ഏജ് ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഈ ബുക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരേ സമയത്ത് സന്തോഷവും സങ്കടവും തോന്നാറുണ്ട്. കാരണം സെൽഫ് ലവ് എന്നുള്ളൊരു കാര്യം ഇത്ര നെഗറ്റീവായിട്ട് ആൾക്കാർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായത്, അല്ലെങ്കിൽ എത്രയും ആൾക്കാർക്ക് ഇതിന്റെ വാല്യൂ അറിയില്ലായിരുന്നു എന്നുള്ളൊരു സങ്കടവും, അതേസമയം ഓക്കെ അവരിത് ആക്സെപ്റ്റ് ചെയ്തു, ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബുക്ക് എന്തുകൊണ്ട് വർക്കായി എന്ന് വെച്ചാൽ ഇത് എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ ലാക്ക് ആവുന്നത് എന്നുള്ളൊരു കണ്ടന്റ് അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോഴാണ് അത് ആൾക്കാർ സ്വീകരിക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന്റെ എഴുത്ത്, അതായത് റൈറ്റിംഗ് സ്റ്റൈൽ നോക്കുവാണെങ്കിലും ഒരുപാട് സാഹിത്യത്തിൽ പൊതിഞ്ഞ് അങ്ങനെയുള്ള എഴുത്തല്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റൈൽ പിടിച്ചതും ആളുകൾക്ക് ഇത്രയും ബുക്ക് പോപ്പുലർ ആവാനുള്ള ഒരു കാരണമായിരിക്കും. അല്ല, എനിക്കതിങ്ങനെ എഴുതാൻ അറിയുള്ളൂ. അതാണ് എനിക്ക് അങ്ങനെ എഴുതാൻ അറിയും. എനിക്ക് ഇപ്പോൾ എനിക്ക് ഈ അടുത്തൊരു ഫേസ്ബുക്കിലൊരു ചേച്ചി എൻ്റെ ബുക്കിനെ കുറിച്ച് റിവ്യൂ എഴുതി. അപ്പോൾ ഒരു റിവ്യൂ വന്നു, അതിന് താഴെ ഈ ചേച്ചി വളരെ ഇതിനെ ക്രിട്ടിക്കായിട്ട് തിരിച്ചു പറഞ്ഞേക്കാണ്, ഈ ബുക്ക് കൊള്ളില്ല എന്നാണ് ആ ചേച്ചി പറയുന്നത്. പക്ഷെ ഇത് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്ര സാഹിത്യപരമായിട്ടാണ് അവരിതിന് യൂസ് ചെയ്ത വേർഡ് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് വിമർശനമാണെന്ന് മനസ്സിലാവുന്നു, പക്ഷെ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നന്നായി ഒരു ലൈവ് ഷോയിലൊന്നും വന്ന് ഇവരത് ചോദിക്കാമെന്ന് ഞാൻ പെട്ടുപോയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ മനസ്സിലാവില്ല. എനിക്ക് കവിതകളൊന്നും വായിച്ചാൽ എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. അപ്പം ഞാൻ വിചാരിച്ചത് അപ്പം എനിക്കിങ്ങനെ എഴുതാൻ അറിയുള്ളൂ. അപ്പം എനിക്ക് വന്ന റിവ്യൂവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റിവ്യൂ സാധാരണക്കാരുടെ മലയാളത്തിലാണ് നിന്ന പുസ്തകം എഴുതുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് അങ്ങനെയാണ്, എല്ലാവർക്കും വായിക്കാൻ പറ്റണം, മലയാളം കൂട്ടി വായിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇത് വായിച്ച് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു ഇമോഷൻ കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഇമോഷൻ എടുക്കാൻ നമുക്ക് എന്ത് വേ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെത് ഈ ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് അത് ആൾക്കാർക്ക് നന്നായിട്ട് വർക്ക് ആയി എന്നുള്ള ഒരു രീതിയിൽ. ഇപ്പം എന്നെ പോലെ സിമ്പിളായിട്ട് കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും എഴുതാൻ കഴിയണം. ഈ മലയാള സാഹിത്യം എന്ന് പറഞ്ഞാൽ അതിപ്പം ഇങ്ങനെ എഴുതിയാൽ മാത്രമേ ഇവിടെ അംഗീകരിക്കപ്പെടൂ എന്നുള്ളതല്ലാതെ ഇതിനും വായനക്കാരുണ്ട്, അവർക്ക് കൂടെ വരാൻ പറ്റുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനിത് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു പിറകിൽ വരുന്ന എല്ലാവർക്കും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അവർക്ക് അതിനിപ്പോൾ ഒരു സാഹിത്യത്തിൽ പോയ വാക്കുകൾ പറയാൻ അറിയാത്തവർക്കും ബുക്ക് എഴുതണം, അവർക്ക് പറയാനുള്ളത് പറയാം, അവർക്കും പറയാനുള്ള കാര്യം അറിയാം. അതിനും ഓഡിയൻസ് ഉണ്ട് എന്നാണല്ലോ, ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ 76,000 കോപ്പി നമ്മൾ ഇത്രയും കാലത്തിൽ വിറ്റു എന്ന് പറയുന്ന സമയത്ത് അതൊരു ചെറിയ നമ്പർ അല്ലല്ലോ. അപ്പോൾ അത്രയും ആളുകൾ ഇപ്പോൾ 76,000 കോപ്പി വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ആളുകൾ ഇത് വായിച്ചിട്ടുണ്ടാവും, ഒരു ബുക്ക് തന്നെ സെല്ലായിട്ട്. അപ്പോൾ എനിക്ക് അതിൽ ആ ഒരു ലാംഗ്വേജിന് ഇവിടെ എന്തായാലും ഒരു റെലവൻസ് ഉണ്ട്, ആൾക്കാരത് വായിക്കുന്നുണ്ട് തന്നെയാണല്ലോ. ഇപ്പം ബുക്ക് എല്ലാവരുടെയും ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ, പബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ബുക്ക് വെക്കാനൊക്കെ. അപ്പോൾ ഒരു യുവ എഴുത്തുകാരി എന്ന നിലയിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ മാൻകൈൻഡ് പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചത്. അത് അവര് എൻ്റെ അടുത്ത് ഈ ബുക്ക് ഇറങ്ങി ഇപ്പോൾ ഇത്രയും ഹിറ്റായ സമയത്ത് ഇതിൻ്റെ പബ്ലിക്കേഷൻ മാൻകൈൻഡ് പബ്ലിക്കേഷൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ലക്കായില്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ സെറ്റിൽഡായി, നിങ്ങൾക്ക് ഇത്രയും ഒരു നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട്, പക്ഷെ ഞാനതിനെ ഒരിക്കലും ലക്ക് എന്ന് വിശേഷിപ്പിക്കില്ല. കാരണം അത് അവരെൻ്റെ മേൽ വെച്ചിട്ടുള്ള ട്രസ്റ്റാണ്. ഇതേ ഓപ്പർച്യൂണിറ്റി ഈ കേരളത്തിലുള്ള ഒരുവിധം എല്ലാ പബ്ലിക്കേഷനും ഉണ്ടായിരുന്നു. ഞാൻ അവസാനം മുട്ടിയ വാതിലാണ് മാൻകൈൻഡ്. അതിനു മുമ്പ് ഞാൻ അത്രയും പബ്ലിക്കേഷൻ എടുത്ത് വിളിച്ചിട്ട് ഈ ബുക്ക് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നോ പറഞ്ഞൊരു സ്ഥലത്ത്
യെസ് പറയാൻ സായുജേട്ടനെടുത്ത ഒരു കറേജാണ് ആളുടെ സക്സസ്. അതൊരു ബുക്ക് വെക്കാൻ മറ്റുള്ള ബുക്ക് സ്റ്റാളുകളും ബുക്ക് സ്റ്റാൾ അത് ഞാൻ നനയുവാൻ എഴുതിയ സമയത്തായിരുന്നു. നനയുവാൻ എഴുതിയ സമയത്ത് എനിക്ക് ഈ ബുക്ക് എങ്ങനെ സെല് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്ത് ഇൻസ്റ്റ എന്നുള്ളൊരു ഐഡിയ എനിക്ക് അത്ര ഓടിയില്ല, എനിക്ക് അത്ര ഫോളോവേഴ്സും ഇല്ല ആ സമയത്ത്. അപ്പോൾ പൊതുവേ നമുക്ക് ബുക്ക് കിട്ടുന്നത് ബുക്ക് സ്റ്റാളിലാണല്ലോ. അപ്പം ഞാൻ ഈ പപ്പടമൊക്കെ വിൽക്കുന്ന പോലെ ബുക്കെല്ലാം ഒരു ബാഗിലാക്കിയിട്ട് നേരെ എല്ലാ ബുക്ക് സ്റ്റാളിലും പോയിട്ട് ഈ ബുക്ക് ഇവിടെ വെക്കുമെന്ന് ചോദിക്കും. അപ്പം അവർ ചോദിച്ചു മോളെ ഇത് ആരെ ബുക്ക്? അപ്പം എൻ്റെ ബുക്ക്. അപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ആരും കൊണ്ട് ചെല്ലുന്നില്ല അതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഈ ബുക്കിന് എൻക്വയറി ഉണ്ടോ? ഞാൻ പറയാം എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ നോക്കിയിട്ട് പുതിയ ഓതർ ആരാന്ന് പോലും അറിയില്ല, ഒരു ബുക്കായിട്ട് വരുന്നത്. അവരെ ഞാൻ കുറ്റം പറയില്ല, കാരണം ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇനി തോന്നുന്നില്ല ഇനി ഒരു ഓതർ പോയിട്ട് ഒരു ബുക്ക് സ്റ്റോളിൽ ബുക്ക് വെക്കുമെന്ന് ചോദിച്ചാൽ അവർ നോ പറയുന്നു. കാരണം ആ ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെ റിജക്ട് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ നോക്കി ഒരു ദിവസം എല്ലാ ബുക്ക് സ്റ്റോളിലും നമ്മുടെ ബുക്ക് വരും. പക്ഷെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാണ്, സംഭവിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിന് ശേഷം അതേ ബുക്ക് സ്റ്റോളിൽ ഞാൻ നടന്നു പോകുമ്പോൾ നമ്മുടെ ബുക്ക് അല്ലെങ്കിൽ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ നമ്മുടെ 2 ബുക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു മൊമെൻ്റ് ആണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചും സെൽഫ് ലവിനെ കുറിച്ചൊക്കെയാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അതുപോലെ തന്നെ അതിൽ പറയുന്നതാണ് ടോക്സിക് പാരന്റിങ്ങിനെ കുറിച്ച്. നമ്മൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ലവ് എന്നൊക്കെ പറയുമ്പോൾ പാരന്റിങ്ങിനെ നമ്മൾ ഒരിക്കലും ടോക്സിക് ആയിട്ട് കണക്ട് ചെയ്യില്ല, ബട്ട് ഇറ്റ് ഈസ് ടോക്സിക്. കാരണം ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ഒരാളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നതിനെയാണല്ലോ നമ്മൾ ടോക്സിക് എന്ന് പറയുന്നത്. പാരന്റിങ്ങിലും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. നമ്മുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുക എന്നാണല്ലോ അവരും പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് വായിച്ചില്ലേ, ഒരു കുട്ടി വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയ സമയത്ത് അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്തു. എന്തുകൊണ്ടാണ് ചെയ്തത്? നമ്മുടെ ഇഷ്ടത്തിന് അവർ ജീവിച്ചില്ല എന്ന്. അപ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി വേറൊരാൾ ജീവിക്കുന്നത്, സ്വന്തം മക്കളാണെങ്കിലും അങ്ങനെ ആവശ്യപ്പെടുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ജനിക്കുന്നത് നമ്മുടെ ഒരാളുടെയും ചോയ്സ് അല്ല. ഇപ്പം ഞാനൊരു ചോയ്സ് എടുത്തിട്ടല്ല ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഹാപ്പിനെസ് ആണല്ലോ മക്കൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ഉടുക്കണം, നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് പഠിക്കണം, നമ്മൾ ആരെ കല്യാണം കഴിക്കണം എന്ന് വരെ അവർ തീരുമാനിക്കുമ്പോൾ നമ്മൾ കുഞ്ഞാവുമ്പോഴേ അവർ പ്ലാൻ. അതെ അതെ ആസ് എ പേഴ്സൺ നമ്മൾ എന്ത് ലൈഫാണ് ജീവിച്ചെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരും. നമുക്ക് എന്താണ് വേണ്ടത്? അപ്പൊ അവര് സൊസൈറ്റീനെ നോക്കിയിട്ടും അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവർ എന്ത് പറയുന്നു നോക്കിയിട്ട് നമ്മളെ ഫ്രെയിം ചെയ്തെടുക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് നല്ലത് ചീത്ത എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്കൊന്ന് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടുകാർ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ബുക്ക് ലോഞ്ചിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, എൻ്റെ കൂടെ വളർന്നിട്ടുള്ള ആളാണ് എൻ്റെ അമ്മ എന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ചെറുപ്പത്തിൽ ഒരു സ്കേർട്ട് ഇടണ്ടാന്ന് പറഞ്ഞ അമ്മയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഷോർട്ടും സ്കേർട്ടൊക്കെ ഇട്ട് നടക്കുന്നത്. പക്ഷേ ഇപ്പം അമ്മയ്ക്ക് ഇതൊരു റോങ് ആയിട്ട് തോന്നുന്നില്ല, ബിക്കോസ് അവരും കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ബുക്ക് എഴുതിയ സമയത്ത് ഒരുപാട് അമ്മമാർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്ന് എൻ്റെ മോളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു സെക്ഷൽ അബ്യൂസിൻ്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനോട് എങ്ങനെ പാരൻസ് റിയാക്ട് ചെയ്തു എന്ന് പറയുന്നൊരു പോയിന്റ് വന്നപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ എങ്ങനെ എൻ്റെ മോളെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന്. ബിക്കോസ് അവർക്കത് പറയുമ്പോൾ അവർ വളരെ കാഷ്വലായിട്ട് പറയുന്ന കാര്യമാണ്, പക്ഷെ അത് എന്തോരം പിള്ളേർക്ക് ട്രോമ ഉണ്ടാക്കുന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നമുക്ക് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ട്രോമാസും അല്ലെങ്കിൽ ലൈക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയൊന്നും വരുന്നത് സൊസൈറ്റിയിൽ നിന്നല്ല, അത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഫാമിലിയിൽ നിന്ന് ഏറ്റവും സ്മോൾ ആയിട്ടുള്ളൊരു ഫോമാണ് സൊസൈറ്റിയുടെ. അവിടെ നിന്നാണ് നമുക്കിതെല്ലാം കിട്ടുന്നത്. നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് നിനക്ക് ഈ ഡ്രസ്സ് ചേരില്ല എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഒരിക്കലും നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളവരോ നമ്മുടെ ആരും ആയിരിക്കും, നമ്മുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും ആയിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇപ്പം പറഞ്ഞില്ല, എപ്പോഴും ഞാൻ പറയുന്നത് കാര്യം, സ്നേഹത്തിൽ പൊതിഞ്ഞ മിഠായി പൊതികളാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളും. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിന് അത്ര സ്വീറ്റായിട്ട് ഉണ്ടാവുമോ എന്നുള്ളത് ഡൗട്ടാണെന്ന്. അപ്പോൾ എല്ലാത്തിനെയും ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യം. അതിനർത്ഥം അവർ റോങ് ആണ് എന്നല്ല, പക്ഷെ പാരന്റിങ്ങിൽ ഒരുപാട് മാറ്റം വരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഒരു ഓപ്പൺ ഡിസ്കഷൻ ചെയ്യാനുള്ള ഒരു സ്പേസ് ഫാമിലികളിൽ ഉണ്ടാവുക, അത് കേൾക്കാൻ പാരൻസും പറയാനുള്ളൊരു കറേജ്. ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് റൈറ്റ് അല്ല എന്നുള്ള, ആരും എപ്പോഴും റൈറ്റ് ആവില്ല, എല്ലാവർക്കും റോങ് സംഭവിക്കാമല്ലോ. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും മാത്രം എപ്പോഴും റൈറ്റ് ആവുമെന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പം നമ്മുടെ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് തരിക എന്നുള്ളത് നമുക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ ചെയ്യാമെന്ന് തോന്നുന്നു. ഇപ്പം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നതെന്ന്. ഈ ആത്മഹത്യ ചെയ്യുന്നവരെ അല്ലെങ്കിൽ അതിന്
ട്രൈ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ കുറ്റം പറയാറുണ്ട്, കുറ്റപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നിമ്നയുടെ ബുക്ക് തുടങ്ങുമ്പോൾ തന്നെ എഴുതിയത് ആത്മഹത്യ ചെയ്യുന്ന എല്ലാവരും ഭീരുക്കളല്ല എന്നാണ്. ഇപ്പൊ അത് പറഞ്ഞ് ഞാനത് ഒരു അതിഥിയാണ്. അതിഥിയാണ് എഴുതുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതിഥി വളരെ എല്ലാ രീതിയിലും ലോസ്റ്റ് ആയി ലൈഫിൽ ഇനി മുന്നോട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു പോയിന്റിലാണ് അതിഥി ഈ ഒരു കാര്യം പറയുന്നത്. അതിഥി തിരിച്ചറിഞ്ഞത്. അപ്പൊ ഞാൻ ഒരിക്കലും ആത്മഹത്യനെ സപ്പോർട്ട് ചെയ്യല്ല. ഞാൻ പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നത് ഭീരുക്കളല്ല, ആത്മഹത്യ ഈസ് റൈറ്റ് എന്ന് പറഞ്ഞ അതിഥി മുന്നോട്ട് നടന്ന് അവൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടായി എന്ന് കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ ആ ബുദ്ധിമുട്ടിൽ ഭയങ്കര ഒരു ബ്യൂട്ടി ഉണ്ട്. ആ ബ്യൂട്ടീനെ ഡിസ്കവർ ചെയ്യുക, അതിന് നമുക്ക് ആകെ വേണ്ടത് എന്ത് വന്നാലും എനിക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ സ്വയം ചേർത്ത് നിർത്താനുള്ള ഒരു ധൈര്യമാണ്, ആ ഒരു കോൺഫിഡൻസ് ആണ്. അപ്പൊ അതാണ് അതിഥി എന്നൊരു ക്യാരക്ടറിലൂടെ ഞാൻ ഓഡിയൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇലക്ഷൻ പ്രചാരണത്തിനൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകത്തിന്റെ കവർ ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു പ്രൊമോഷൻ ആയിരുന്നില്ലേ? അത് ഭയങ്കര, എനിക്ക് ഈ ഒരു കുറച്ച് കാലമായിട്ട് ഭയങ്കര രസമാണ്. രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സാധനം ഉണ്ടാവും, നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാരണം. അപ്പോൾ ഈ ഇലക്ഷൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി. ഇത്രയ്ക്ക് ഇത് റീച്ച് ആവുന്നുണ്ടോ, ആളുകൾ ഏറ്റവും പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഇടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, എങ്ങനെയെങ്കിലുമൊക്കെ എനിക്കിപ്പോൾ ഇലക്ഷന് ആർക്ക് വോട്ട് കിട്ടുന്നു എന്നുള്ളതിനേക്കാളും എന്നെ സംബന്ധിച്ച് ഓക്കെ ഈ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിൽ ഏറ്റവും വലിയ ബുക്കിൻ്റെ പേരിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ട്രെൻഡിങ് സോങ്സ്, ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ പോലെ സോങ്സ് ട്രെൻഡ് ആവുന്നുണ്ട്, സിനിമകൾ ട്രെൻഡ് ആവുന്നുണ്ട്, ഡ്രസ്സുകൾ വരെ ട്രെൻഡ് ആവുന്നുണ്ട്, ബുക്ക് ട്രെൻഡായി. ആ ട്രെൻഡ് ഇലക്ഷന് വരെ യൂസ് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്. അത് ഭയങ്കര ഹാപ്പിയാണ്. റാം കെയർ ഓഫ് ആനന്ദി സിനിമയാക്കുന്നുണ്ട് എന്ന് അഖിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിഥിയെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടൊരു സിനിമയായിട്ട് കാണാൻ പറ്റുമോ? അതിഥി ആക്ച്വലി ഈ ബുക്ക് കംപ്ലീറ്റ് അല്ല. ഈ ബുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുന്നത് സെൽഫ് ലവ് എന്താണെന്ന് അറിയാത്തൊരു പെൺകുട്ടി സെൽഫ് ലവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് ഈ ബുക്ക് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം ആഫ്റ്റർ സെൽഫ് ലവ് എന്നുള്ളൊരു പാർട്ട് ലൈഫിലോട്ട് കടന്നു വന്ന ശേഷം അതിഥിയുടെ ജീവിതം എങ്ങനെയൊക്കെ മാറി, അവളുടെ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെ മാറി, അവളെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതെ, അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് കാര്യമായിട്ട് നോക്കും എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇറ്റ്സ് നൈസ്, ഇതുവരെ ഓക്കെ ആണ്. ഈ ബുക്ക് വായിച്ചിട്ട് ഒരുപാട് കരഞ്ഞു പോയി അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അനുഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ആ രീതിയിൽ മെസ്സേജുകൾ നിന്നേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ ആരെങ്കിലും ഈ ബുക്ക് വായിച്ചതിന് ശേഷം ബ്രേക്കപ്പിന് മൂവ് ഓൺ ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മറികടക്കാനുള്ള സാഹചര്യം ഉണ്ടായി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ ആരെങ്കിലും മെസ്സേജ്? ഏറ്റവും കോമൺ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വാലന്റൈൻസ് ഡേക്ക് വന്നിട്ട് പിള്ളേർ ചോദിച്ചു ഈ ബുക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കട്ടെ. ഞാൻ പറയും അതൊന്നുകൂടി ആലോചിച്ച് കൊടുത്താൽ മതി, ഉള്ള റിലേഷൻഷിപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയും. അപ്പം ബ്രേക്കപ്പിന് മൂവ് ഓൺ ആയി എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു പോയിന്റ്, ഒരു ചേച്ചി, ഒരു ചെറിയ മോനുണ്ട് അവർക്ക്, അവരുടെ ഹസ്ബൻഡ് മരിച്ചു, ഒരു 1 month ഒക്കെ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവർ ലവ് മാരേജ് ആയിരുന്നു, വീട്ടിലൊക്കെ പ്രശ്നമായിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു പോകുന്ന സമയത്ത് ഇവർ ഒറ്റയ്ക്കാവുകയാണ്, ഇവർക്ക് ആരുമില്ല, ഡിപ്പെൻഡ് ചെയ്യാൻ ആരുമില്ല, ഒരു ചെറിയ മോനുണ്ട്. അപ്പോൾ ഇവരെന്തോ ഒരു സ്കാനിങ് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബുക്ക് ആകസ്മികമായിട്ട് കണ്ട് വായിക്കുകയാണ്. ഇത് വായിച്ച ശേഷം ഈ ചേച്ചി എൻ്റെ അടുത്ത് പറയാണ്, ഞാനിനി ഇത്രയും കാലം എനിക്ക് ഇനി എന്താ മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ആ ഒരു പേഴ്സൺ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ മൊത്തമായിട്ട് ബ്ലാങ്ക് ആയിപ്പോയ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്കിപ്പോൾ മുന്നോട്ട് ജീവിക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് വേണ്ടി ഇപ്പോൾ ഇത്രയും കാലം ആർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ക്വസ്റ്റ്യനിൽ എനിക്ക് വേണ്ടി, എൻ്റെ മകന് വേണ്ടി എന്നുള്ളൊരു തോട്ട് എനിക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ലൈക്ക് ഞാൻ എന്താണോ ഈ ബുക്കിൽ ഉദ്ദേശിച്ചത് അതിനേക്കാളും ഹാപ്പിയാണ് ഇതിൻ്റെ റിവ്യൂസ് വരുന്ന സമയത്ത്. നിമ്ന ഇനിയും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതാനും അത് ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു.